പല ആനിമൽസിനെ നമ്മൾ സൂവിൽ ട്രീറ്റ് ചെയ്യുന്നത് സ്ക്വീസ് കേജ് എന്ന് പറയും. അപ്പോൾ എല്ലാ ആനിമൽസിനെയും നമ്മൾ എപ്പോഴും മയക്കുന്നത് ശരിയല്ല. അപ്പോൾ ചെറിയ അസുഖം വന്നിരിക്കുന്ന ആനിമൽ, അത് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി, മരുന്ന് കൊടുത്താൽ മതി എന്നുള്ളൊരു ആനിമലിനെ നമ്മൾ മയക്കിക്കഴിഞ്ഞാൽ അത് കൂടുതൽ അതിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാകും. അപ്പോൾ ഇവരെ സ്ക്വീസ് ചെയ്തിട്ട് മരുന്ന് കൊടുക്കുന്ന സംവിധാനമാണ് സ്ക്വീസ് കേജ്. അതായത് ഇങ്ങനെ ഇതിങ്ങനെ ചേർന്ന് വന്നിട്ട് അനങ്ങാൻ പറ്റാതാകുമ്പോഴത്തേക്ക് ഈ കമ്പിയുടെ ഇടയിൽ കൂടെ ഡോക്ടർ കൈയിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ് സ്ക്വീസ് കേജ്. അപ്പോൾ ഈ ഹിപ്പോപ്പൊട്ടാമസിന് സ്ക്വീസ് കേജ് ഇല്ല. ഈ ഇത്രയും വലിയ മൃഗത്തിനെ സ്ക്വീസ് ചെയ്ത് വെക്കാനുള്ളൊരു സംവിധാനമില്ല. അപ്പോൾ അവിടെ ആകെക്കൂടി ഉള്ളത് നൈറ്റ് ഷെൽട്ടർ എന്ന് പറയും. അതായത് ഈ വെള്ളത്തിൽ നിന്ന് കയറി ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു മുറിക്കകത്ത് ഇടുന്ന ഒരു ഫെസിലിറ്റി. ആ ഫെസിലിറ്റിക്കകത്താണെങ്കിൽ ഷട്ടറുകളുണ്ട്, ആ ഷട്ടറുകളിൽ കമ്പികളുണ്ട്. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമസ് ഇടിച്ച് പൊടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ വലിയ കനത്തിലുള്ള കമ്പി അഴികളമുള്ള. അപ്പം എൻ്റെ വിശ്വസ്തരായിട്ടുള്ള കുറച്ച് കീപ്പേഴ്സിനെ വിളിച്ചു. അവർ ഈ വൈകിട്ട് 5 മണിക്ക് ശേഷം അവർ നിന്നിട്ട് ഈ ഹിപ്പോപ്പൊട്ടാമസിനെ നേരെ ആ സ്ക്വീസ് കേജിനകത്തേക്ക് കയറ്റിയിട്ട് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറ്റിയത്. എന്നിട്ട് ഇത് എന്താണെന്ന് അറിയണമല്ലോ, എന്താ പറ്റിയെന്ന് അറിയണമല്ലോ. അപ്പം ഈ ഹിപ്പോപ്പൊട്ടാമസിനെ, അതിന് പേര് എന്താണെന്ന് അറിയത്തില്ല. ബുക്കിലൊരു പേരുണ്ട്, രാമു എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട്. അതുവരെ അതിനെ ആരും തൊട്ടിട്ടില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഇതുള്ളതാണ്. അങ്ങനെ ഒരു പേര് വിളിക്കുകയോ അതിനെ അങ്ങനെ മറ്റ് മൃഗങ്ങളെ പോലെ നമ്മൾ തൊടുകയോ തലോടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഈ കമ്പിയുടെ ഇപ്പുറത്ത് നിന്നിട്ട് പതുക്കെ ഇവനെ അടുത്ത് വന്നപ്പോഴത്തേക്കും കൈ വെച്ചിട്ട് ചുമ്മാതെ രാമു എന്നിങ്ങനെ വിളിച്ച് ഒരു അരമണിക്കൂറോളം ഇവൻ്റെ ദേഹത്ത് ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു. ഈ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ശരീരം അറിയാൻ ഭയങ്കര സ്ലൈമിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മോഷൻ പോകുമ്പോഴേ ഇതിങ്ങനെ ആ ടെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഡിൽ പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ചാണകം പോലത്തെ സാധനം ദേഹം മൊത്തം തെറിക്കും. അതിൻ്റെ ദേഹത്തും തെറിക്കും, അതിൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന നമ്മുടെ ദേഹത്തും തെറിക്കും. പിന്നെ ഇവർ ഈ വെള്ളത്തിൽ കിടക്കുന്ന ആനിമലായതുകൊണ്ട് നമ്മളൊരു മുറിയിൽ കയറ്റി കഴിഞ്ഞാൽ അത് ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മുകളിൽ ഷവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം മഴ പെയ്ത പോലെ വീഴുന്നുണ്ട്. ഇവനിങ്ങനെ പാഡിൽ ചെയ്ത് ചാണകം കംപ്ലീറ്റ് തെറിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ, അതും ഈ നൈറ്റ് ഷെൽട്ടേഴ്സിൽ നമ്മൾ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. കാരണം രാത്രി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് വന്നിട്ട് ഈ വന്യമൃഗങ്ങൾക്ക് ഒരു ശല്യമാവാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് നമുക്ക് ലൈറ്റ് കണക്ഷനും ഇല്ല. അപ്പോൾ അങ്ങനെ ഈ ഇരുട്ടത്ത് ഈ ചാണകം തെറിച്ച് വെള്ളത്തിൻ്റെ ഇടയിൽ ഡോക്ടർ ഏതാ ഹിപ്പോപ്പൊട്ടാമസ് ഏതാന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പക്ഷേ ഒരു അരമണിക്കൂർ ഇവനെ ഇങ്ങനെ തടവി കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മിറക്കിളാണ് അവിടെ സംഭവിച്ചത്. ഇവനെങ്ങനെയോ മനസ്സിലായി ഈ ഡോക്ടർ വന്നേക്കുന്നത് അവനെ രക്ഷിക്കാനാണെന്നുള്ള ഒരു തോന്നൽ അവനുണ്ടായിട്ട് അവനവിടെ കിടന്നു തന്നു. അപ്പോൾ കിടന്നു തന്നപ്പോഴത്തേക്കും ഞാൻ പതുക്കെ ഈ കമ്പിയുടെ ഇടയിൽ കൂടെ എൻ്റെ കൈ ഇട്ട് അവൻ്റെ വായ്ക്കകത്ത് കയറ്റി ഇങ്ങനെ തട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും വാ തുറന്നു തന്നു. വാ തുറന്ന് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് ഈ പല്ലിൻ്റെ അപ്പുറത്തെ സൈഡിലെ പല്ലിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ക്രാക്ക് ചെയ്തിട്ട്, പല്ലിൻ്റെ ബേസ് ക്രാക്ക് ചെയ്ത് ആണ് ഈ അലൈൻമെൻറ്റ് തെറ്റിയേക്കുന്നത്. എന്നിട്ടാണ് ഇത് മുകളിൽ കുത്തി കയറിയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്രാക്ക് ചെയ്ത പല്ലിനെ അവിടെ നിന്ന് കംപ്ലീറ്റായിട്ട് ക്രാക്ക് ചെയ്ത് പൊട്ടിച്ച് എടുക്കണം. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ കൈ വായിക്കാത്തിരിക്കുമ്പോൾ ഇവൻ തലയൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ ഒടിഞ്ഞു പല പീസാവും. അപ്പം ഇതിനകത്തൂടെ അവൻ്റെ വായിൽ കൈയിട്ട് അവൻ്റെ പല്ല് തൊടാനൊക്കെ ഇവൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇളക്കാനായിട്ട് ഒരു ശ്രമം നടത്തി നോക്കും. നമ്മുടെ കൈ വെച്ച് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കമ്പി ഞങ്ങൾ ഡിവൈസ് ചെയ്തു. ഒരു കമ്പിയിൽ അറ്റത്തിങ്ങനെ ഒരു വളച്ചെടുത്തിട്ട് ഡിവൈസ് ചെയ്തിട്ട് ഇത് വായിക്കകത്ത് വെച്ച് പതുക്കെ ഈ പല്ലിനെ ഇങ്ങനെ തിരിച്ച് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഇവന് വേദന വരുമ്പോഴത്തേക്ക് ഇവൻ എഴുന്നേക്കും, ഒരു റൗണ്ട് അടിക്കും, പിന്നെയും വന്ന് അവിടെ കിടന്നു വരും. അങ്ങനെ 10 തവണയായിട്ട് ഇവൻ എഴുന്നേറ്റ് പോയി റൗണ്ട് അടിച്ച് അവിടെ കിടന്നു നിന്ന് ഫൈനലി ഈ പല്ല് ഫുള്ളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ ക്രാക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിനെ ഇളക്കി മാറ്റാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ
പല്ല് കവർ ചെയ്തേക്കുന്നത് തിക്ക് ഇനാമലാണ്. അപ്പം നമ്മുടെ പല്ലിൽ വെളിയിൽ ഇനാമലില്ലേ, അതുപോലെ ഇവൻ്റെ പല്ലിലുള്ള ഇനാമൽ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായതാണ്ട് ഒരു നമ്മുടെ ഈ ചെറിയ ലെതർ ബാഗിൻ്റെയൊക്കെ ലെതറിൻ്റെ അത്രയും കട്ടിയുണ്ട്. പിന്നെ അത് എടുക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ഒരു റോപ്പിൽ നമ്മൾ ന്യൂസ് ഉണ്ടാക്കി അതിനകത്ത് കെട്ടി പതുക്കെ വലിച്ചെടുത്തു. അപ്പം അതിന് എൻ്റെ കൂടെ സൂവിലെ നല്ല കീപ്പേഴ്സ് ഇങ്ങനെ കുറച്ച് കീപ്പേഴ്സ് ഉണ്ട്. അവർ നമ്മൾ ഇങ്ങനത്തെ ടാസ്ക് ഇങ്ങനെയൊക്കെ ഉള്ള ടാസ്ക് വരുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം അത് എടുത്ത് അവൻ കംപ്ലീറ്റ്ലി റിലീവ്ഡായി. അവസാനം ഇപ്പോൾ അവൻ തിരുപ്പതി സൂവിലുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സിംഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് നടത്തിയപ്പം അവിടെ തിരുപ്പതി സൂവിൽ ഹിപ്പോ ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ കൂട് കെട്ടിയിട്ട് കുറേ നാളുണ്ടായിരുന്നു. അപ്പം ആ ഹിപ്പോയും പിന്നെ ഇവിടുന്ന് ഒരു പെൺ ഹിപ്പോയും കൂടെ ചേർത്ത് അങ്ങ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഈ മെയിൽ അഗ്രഷൻ ഇപ്പോൾ ഇല്ല. ആണുങ്ങൾ തമ്മിലാണ് ഈ അടി നടക്കുന്നത്. അതും ഫീമെയിൽസിന് വേണ്ടിയിട്ടാണ് അടി നടക്കുന്നത്. അപ്പോൾ ഇപ്പം ആ ആണിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞപ്പോൾ മറ്റവൻ സ്വതന്ത്രനായിട്ട് ഫീമെയിൽസിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തിടെ കുട്ടിയും ഉണ്ടായി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.